ഹലോ ഗൈസ്, നമ്മളിവിടെ പോവാണ്. പറ നമ്മളെ അങ്ങോട്ട് പോകുന്നല്ലേ, നമ്മൾ ആലപ്പുഴ ബീച്ചിൽ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ 2 വീലറിലാണ് ഇത്തവണ ബസ്സിലാണ് പോയത്. പിന്നെ ബീച്ചിൽ ചെന്ന് നേരെ നമ്മൾ ബീച്ചിൽ ചെന്നിട്ട് ഫസ്റ്റ് പോയത് ATMലോട്ടാണ്. കാരണം കയ്യിൽ എന്തെങ്കിലും വേണമല്ലോ ഫുഡ് വാങ്ങിക്കാൻ. 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ നമുക്ക് സർവർ ഡൗൺ ആയിരുന്നു. SBIയുടെയും കാനറയുടെയും എല്ലാത്തിൻ്റെയും സർവർ ഡൗൺ ആണ്. അതുകൊണ്ട് ക്യാഷ് എടുത്ത് കയ്യിൽ വെക്കാൻ ഓർത്തു. കാരണം എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ ക്യാഷ് വേണമല്ലോ. UPI എന്തായാലും ഡൗൺ ആണ്. പിന്നെ ബീച്ചിൽ ചെന്ന് കുറേ നേരം വീഡിയോ ഒക്കെ എടുത്ത് ബീച്ചിൽ വന്നാൽ ഇന്നെ വീഡിയോ എടുക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ രീതി. പിന്നെ നമ്മൾ നേരെ നമ്മുടെ നൈറ്റ് ലൈഫിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് ചെന്ന് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം അവധി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ക്രൗഡഡ് ആയിരുന്നു ബീച്ചിൽ. ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇവിടെ പുതിയ സാധനമാണെന്ന് തോന്നുന്നു, എന്തോ ആണോ എന്തോ. പിന്നെ നമ്മൾ നേരെ ചായ കുടിക്കാനായിട്ട് വന്നു. നേരെ ബ്ലൂ വേവ്സിലാണ് വന്നത്. ഇതിന് മുന്നേ നമ്മൾ ഇവിടെ ഒന്ന് പ്രാവശ്യം ചായ കുടിച്ചായിരുന്നു. അങ്ങനെ ഒന്ന് ഇഷ്ടപ്പെട്ട് വന്നതാണ്. പിന്നെ നമ്മൾ വന്ന് ഇന്ന് കുറേ നേരം വീഡിയോസൊക്കെ എടുത്ത്, കാരണം വീഡിയോ എടുക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അധികം വെയിലൊന്നുമില്ല, ആ ഒരു മൂഡായിരുന്നു. പിന്നെ ഇവിടെ ഈ മറ്റേ എക്സസൈസ് ചെയ്യാനിട്ടിരിക്കുന്ന സാധനത്തിൽ കുറേ പേര് വന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, ഞങ്ങളും കയറി നോക്കി. പിന്നെ നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ചായയും 2 സ്പ്രിങ് റോളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പ്രിങ് റോള് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, നമ്മൾ ഫസ്റ്റ് ട്രൈ ആയിരുന്നു. അത്യാവശ്യം നല്ല ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അതേ വന്ന് ഡ്രീം ക്യാച്ചറിൻ്റെ വീഡിയോ എടുത്തു. എനിക്ക് ഡ്രീം ക്യാച്ചർ ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. ഈ കിടക്കുന്നതിനകത്ത് എല്ലാത്തിലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരെണ്ണം ഇതാണ്. അതുകൊണ്ട് പിന്നെ അവിടെ വന്ന് കുറച്ച് നേരം എസ്തെറ്റിക് ആയിക്കോട്ടെ എന്ന് കരുതി വീഡിയോസൊക്കെ എടുത്ത്. പിന്നെ ഇപ്പോൾ ബീച്ചിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഈ സംഭവമാണ്. പിന്നെ കുറേ നേരം ആൾക്കാരതിനകത്ത് കയറി പറക്കുന്നതൊക്കെ നോക്കി അവിടെ നിന്നു. കുറേ നേരം ബീച്ചിലിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് സമയം പോയത് തന്നെ ഞങ്ങൾ അറിഞ്ഞില്ല. അങ്ങനെ പെട്ടെന്ന് ഇരുട്ടി. പിന്നെ അത്യാവശ്യം നല്ല മഴക്കാറുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇറങ്ങിയേക്കാന്ന് കരുതി ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് സ്കൂട്ടായി. ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴക്കാറുണ്ടായിരുന്നു. ഇങ്ങനെയെങ്കിലും മഴയ്ക്ക് മുന്നേ വീട്ടിൽ വന്നാൽ മതി എന്നൊരു ലക്ഷ്യമായിട്ട് പെട്ടെന്ന് ഞങ്ങൾ സ്കൂട്ടായി. കാരണം കയ്യിൽ കുടയില്ലായിരുന്നു. അപ്പോൾ ഓക്കെ, ബായ്.